എറണാകുളം ജില്ലയിലെ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഗേറ്റഡ് വില്ലയ്ക്കകത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട്. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. എറണാകുളം ജില്ലയിൽ ആലുവ കളമശ്ശേരി ബസ് റൂട്ടിനോട് ചേർന്നാണ്. നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ ബസ് പോകുന്നത് കാണാം. അതുപോലെ നമ്മുടെ മെയിൻ ഗേറ്റിന്റെ എൻട്രൻസ് വരുന്നത് തന്നെ നമ്മുടെ മെയിൻ റോഡാണ്, ആലുവ കളമശ്ശേരി റോഡാണ്. അത് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വലിയ വില്ല പ്രൊജക്ട് വരുന്നത്. ഏകദേശം 50-55ഓളം വീടുകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വില്ലയും കൂടി വരുന്നത്. ഇതുപോലുള്ള ഗേറ്റഡ് വില്ലകൾ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ക്വറീസുമായിട്ട് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ആലുവ മെഡിക്കൽ കോളേജ് കളമശ്ശേരി റൂട്ടിലെ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റഡ് എൻട്രൻസ് ഉണ്ട്, സെക്യൂരിറ്റി ക്യാബിൻ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 4.3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.8, കളമശ്ശേരി കുസാറ്റിലേക്ക് 5, ഇടപ്പള്ളിയിലേക്ക് 9.8 കിലോമീറ്റർ. ഇനിയിപ്പോ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകണമെങ്കിൽ 11 കിലോമീറ്റർ ആണ്. എയർപോർട്ടാണ് നമുക്ക് ഏറ്റവും അടുത്ത്. വെറും 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. 5 സെന്റും കുറച്ചും കൂടെ ലാൻഡുകൾ നമുക്ക് വരുന്നുണ്ട്. 5 സെന്റിൽ കൂടുതൽ വരുന്നുണ്ട്. 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. നമ്മുടെ ഈ ഗേറ്റഡ് വില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങി എൻട്രൻസ് ഗേറ്റ് തുറന്ന് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഇതുപോലുള്ള വലിയ റോഡ് തന്നെയാണ് ഇതിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീതിയുള്ള വഴികളാണ്. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതാണ്. ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. മതിലിനൊക്കെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നമുക്ക് ഫോൾഡിംഗ് ആൻഡ് സ്ലൈഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള എലിവേഷൻ ആണ് വീടിന് വരുന്നത്. ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്, പാനലിംഗ് വർക്കുകൾ, നല്ല ഭംഗിയുള്ള പെയിന്റിംഗും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് വീടിന് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ചെറിയ കാറുകളാണെങ്കിൽ 3 എണ്ണവും വലിയ കാറുകളാണെങ്കിൽ 2 എണ്ണവും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ നമ്മൾ വരുന്നത് കവേർഡ് ആയിട്ടുള്ള പോർച്ചിലേക്കാണ്. ഭംഗിയുള്ള പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. റൂഫ് കംപ്ലീറ്റ് പാനലിംഗ് വർക്ക് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് നിറയെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു വലിയ കാറാണെങ്കിൽ ഇവിടെയും 2ഉം 3ഉം കാറുകൾക്ക് നിങ്ങൾക്ക് ഇവിടെയും, ചെറിയ കാറുകളാണെങ്കിൽ 3 എണ്ണവും വലിയ കാറുകളാണെങ്കിൽ 2 എണ്ണവും പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ കാർ പാർക്കിങ്ങിന്റെ അതിലൂടെ പോകുന്ന സമയത്ത് സ്ട്രെയിറ്റ് മതിലിന്റെ എൻഡിൽ വന്നിട്ട് നമുക്കൊരു പ്ലാന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കോബിൾ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ നടന്നു പോകുന്ന സമയത്ത് പാഷ്യൂ ഏരിയ നമുക്ക് വിസിബിൾ ആണ്. പാഷ്യൂ ഏരിയ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹാളിൽ നിന്നും കൂടി നമുക്ക് എൻട്രൻസ് കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് ക്ലാഡിംഗ് ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാട്ടർ ഫൗണ്ടന്റെ വർക്ക് മാത്രമാണ് അവിടെ പെയിന്റിംഗ് ആയിട്ടുള്ളത്. കണ്ടിന്യൂ ചെയ്ത് വഴി അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും നല്ല സ്പേഷ്യസ് ആണ്. കിച്ചണിന്റെ ബാക്ക് സൈഡിലുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ ഡോർ ഇവിടെയാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് കിണർ കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു ഏരിയ എല്ലാം തന്നെ. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. ഇതിനകത്തൂടെ പോകുന്ന കോമ്പൗണ്ട് വാളിന്റെ ഇന്നർ പോർഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് മതിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ലെങ്ത്തും വിട്ടും ഒക്കെയുള്ള വലിയൊരു സിറ്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 4ഓളം ചെയറുകൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഈ വരുന്ന സ്പേസിനിടയിൽ എല്ലാം തന്നെ പ്ലാന്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ട് അവിടെയെല്ലാം ചെറിയ പ്ലാന്റുകളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയും പ്ലാന്റ് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിൽ കാർപോർച്ചിന്റെ കണ്ടിന്യൂഷൻ ആണ്. കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ് വരുന്നത്. മെയിൻ ഡോറും അതിനോടനുബന്ധിച്ച് വരുന്ന സ്ഥലങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരേ കോമ്പിനേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഒറ്റപ്പാളിയിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. 11 അടി നീളവും 11 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നേരെ വരുമ്പോൾ കാണുന്നത് ഈ ഒരു വലിയ വോളാണ്. ഈ ഒരു ലിവിംഗ് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വോളിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് കബോർഡുകളെല്ലാം ഒരു പ്രത്യേക ഷേപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. നേരെ മുകളിൽ നോക്കുവാണെങ്കിൽ മുകൾ ഭാഗത്ത് നമുക്കൊരു വിൻഡോ, ആക്ച്വലി അത് ക്ലോസ്ഡ് ആണ്, ടഫന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഗോൾഡൻ ബീഡിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന പോർഷനിൽ വലിയൊരു ഷാൻഡിലിയർ തന്നെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെയും ചെറിയ ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു പോർഷൻ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് വരുന്നത്.
ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ് കാണേണ്ടത്. എൻട്രൻസ് നോക്കുവാണെങ്കിലും പാനലിംഗ് ചെയ്തിട്ട് LED സ്ട്രിപ്പുകൾ വരുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ CNC കട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈൽസ് നോക്കിയാൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ കംപ്ലീറ്റ് ഹാൻഡ് റൈൽസും ഓപ്പോസിറ്റ് സൈഡിൽ ഹാൻഡ് റൈൽസ് കൊടുത്തിട്ട് അതിന്റെ ഇടയിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് വരുന്നത്. ഡൈനിങ് ഹാൾ നോക്കുവാണെങ്കിൽ 14 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പിന്റെ ഒക്കെ താഴെയുള്ള ഭാഗം നോക്കുവാൽ ഇൻവെർട്ടർ കണക്ട് ചെയ്യാനുള്ള പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ലൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നത്. നേരെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന വലിയൊരു ക്രോക്കറി ഷെൽഫ് തന്നെയാണ് നമുക്കിവിടെ ഗ്ലാസ് ഡോർ ഒക്കെ വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു സ്ലൈഡിംഗ് ഡോർ കാണാം. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പാഷ്യൂ ഏരിയയിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആണ്. കുറച്ച് ഭാഗങ്ങൾ വന്നിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പാനലിംഗ് വർക്കുകളും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വളരെ ഭംഗിയായിട്ടാണ് നല്ല ഡിസൈനുള്ള ടൈലുകളാണ് വാഷ് ഏരിയയിൽ ഒട്ടിച്ചിരിക്കുന്നത്. ആ വോൾ നോക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു അട്രാക്ഷൻ ആണ്. ജാഗ്വാറിന്റെയാണ് വാഷ് ബേസിൻ. കൗണ്ടർ ടോപ്പ് പോർഷനൊക്കെ നോക്കുവാണെങ്കിലും ഗ്രേ കളറാണ്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ്, മിറർ വരുന്നുണ്ട്. റൂഫിലും അതേ വർക്കുകൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. 4 ബെഡ്റൂമുകളിൽ നമുക്ക് 2 എണ്ണം താഴെയാണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 15 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. സിംഗിൾ വിൻഡോസ് 2 എണ്ണം ഈ ഒരു വോളിലുമാണ് വരുന്നത്. ബോർഡ്റൂമുകൾ ഈ ഒരു L ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും സൈഡിലും ഒക്കെ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് മിററും അതുപോലെ തന്നെ ഒരു ഡ്രോയിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുമാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിലാണ്. ബ്രൗൺ കളറിൽ ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാം ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലൊക്കെ ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളതുമായ ഒരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു ചെറിയ ഓഫ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാഷ് ബേസിനൊക്കെ നോക്കുവാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വാസ്തുപരമായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ എൻട്രൻസ് തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. എൻട്രൻസിൽ നോക്കിയാൽ കാണാം 2 ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും പാനലിംഗ് വർക്കുകളും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷനൊക്കെ വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ നല്ല സ്പേഷ്യസ് ആണ്. നമുക്കൊരു 4-5 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാം. വാസ്തുപരമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് 4 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആണ്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ്, സറൗണ്ടിങ് ഏരിയാസും ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ബീജ് ഷെയ്ഡിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ക്യാബിനറ്റ്സ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെയും വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ മിഡിൽ പോർഷനിലൊക്കെ LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. സെപ്പറേറ്റ് ഡോർ വരുന്നുണ്ട്. കിച്ചണിനെ പോലെ തന്നെ നമുക്ക് സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. ഇവിടെയും കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് വരുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. റൂഫൊക്കെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് സെപ്പറേറ്റ് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗവും നല്ല സ്പേഷ്യസ് ആണ്. അവിടെ നമുക്ക് വീണ്ടും കവർ ചെയ്യണമെങ്കിൽ അതിലും നല്ലൊരു സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തി നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് സ്ലൈഡിംഗ് വിൻഡോസ് ആണ് കിട്ടുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നേരെ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് വലിപ്പമുള്ള നല്ലൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. TV ഒക്കെ വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ്സ് വരുന്നത്. പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെയും ക്ലോസ്ഡ് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആണ്, പക്ഷെ ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. സ്റ്റെപ്പ് കയറി വന്ന് നമ്മൾ സ്ട്രെയിറ്റ് വന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്.
താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കൊണ്ടും മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസുമാണ് കാണാനുള്ളത്. ടോട്ടലി നമ്മളിപ്പോൾ 3ാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. 11 അടി നീളവും 11 അടി വീതിയിലുമാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്ലൈഡ് ആവുന്ന മെത്തേഡിൽ കൊടുത്തിരിക്കുന്ന വാർഡ്രോബും അതിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് ടേബിളും കാണാവുന്നതാണ്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് 3 ചെയ്തിരിക്കുന്നത്. റൂഫിലും നല്ല ഭംഗിയുള്ള വർക്കുകളും സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈലുകളെല്ലാം തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 3ാമത്തെ ബെഡ്റൂമിനടുത്തായിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. റൂം പോലെ തന്നെ സേഫ് ആയിട്ടാണ് യൂട്ടിലിറ്റി ഏരിയയും ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വിൻഡോസും അവിടെ ഡോറും വരുന്നുണ്ട്. ഡോർ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു കബോർഡ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനും യൂസ് ചെയ്യാം. സെയിം ടൈം കുട്ടികൾക്കുള്ള റൂമായിട്ട് വേണമെങ്കിൽ ഇത് കൊടുക്കാവുന്നതാണ്. റൂഫിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. നമ്മൾ അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നു, നേരെ അപ്പർ ലിവിംഗ് സ്പേസ് കണ്ടു, ഇവിടെ ബെഡ്റൂം കണ്ടു, ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. ഈ ഒരു പാസേജ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ആ സമയത്ത് നിങ്ങൾ മുകളിലത്തെ റൂഫ് ഒന്ന് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് വർക്കുകൾ തന്നെയാണ്. എല്ലാ റൂമുകളിലും ഹാളിലും ഒക്കെ നോക്കിയാൽ ആവശ്യത്തിനുള്ള എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നിറയെ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഭംഗിയുള്ള ഡെക്കോർ പീസസ് ഒക്കെ വെക്കാനോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് പെയിന്റിങ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഏരിയ യൂസ് ചെയ്യാം. ഇവിടെയായിട്ടൊരു വിൻഡോയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നത് നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ്. അതിന് മുകളിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഷാൻലിയർ കുറച്ചുകൂടെ അടുത്തും നമുക്കിപ്പോൾ വിസിബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം കാണാനുണ്ട്. ഇവിടെയായിട്ടാണ് ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ആ ഭാഗത്തായിട്ടാണ് ബാക്കിയുള്ള വിൻഡോസ് വരുന്നത്. അതിനെ സറൗണ്ട് ചെയ്ത് വരുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും ഡ്രോയും കിട്ടുന്നുണ്ട്. റൂഫും ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ്. എല്ലാ റൂമുകളിലും എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പെയിന്റിംഗ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകൾ, സ്റ്റാൻഡേർഡ് ആയ കളേഴ്സ് ആണ് ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളർ ഷെയ്ഡിൽ ഗ്ലോസി ടൈലാണ്. ഇവിടെയും ബാത്റൂം വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. പാസേജ് കണ്ടിന്യൂ ചെയ്ത് നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. നമുക്ക് വലിയൊരു ബാൽക്കണി തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു കവയുടെ ബാൽക്കണിയും കിട്ടുന്നുണ്ട്, ഓപ്പൺ ബാൽക്കണിയും കിട്ടുന്നുണ്ട്. കവയുടെ ബാൽക്കണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡൈൽസും സ്റ്റഫിന്റെ ഗ്ലാസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആലുവ റൂട്ടിലാണ്. മെയിൻ റോഡ്, അതായത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വില്ല പ്രൊജക്ട് വരുന്നത്. നമ്മുടെ മെയിൻ റോഡിനോട് ഫേസ് ചെയ്തിട്ടാണ് ഗേറ്റഡ് എൻട്രൻസ് വരുന്നത്. സെക്യൂരിറ്റി ക്യാബിനുണ്ട്. 55ഓളം വീടുകളാണ്. എല്ലാ വീടുകളിലും ആളുകൾ താമസമായി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തൊട്ടടുത്തടുത്തായിട്ടുള്ള വീടുകളല്ല. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്യാപ്പുകളൊക്കെ കൊടുത്തിട്ടാണ് ഓരോ വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലെ ഗേറ്റഡ് എൻട്രൻസിനകത്ത് ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് വീടുകൾ കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ വീടുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണ് സെയിലായി പോകുന്നത്. അത്യാവശ്യം ലാൻഡ് അളവുമുണ്ട്. 5 സെന്റിലും കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് വരുന്നുണ്ട്. 5 സെന്റ് ലാൻഡ് അളവ് വരുന്നുണ്ട്. 2450 സ്ക്വയർ ഫീറ്റ്, 2450 സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂമുകൾ, സ്റ്റഡി റൂം, യൂട്ടിലിറ്റി, വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്നത് 1,25,00,000 രൂപയാണ്. 1.25 CR എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നല്ലൊരു ചാൻസ് ആണ്. ഗേറ്റഡ് വില്ലക്കകത്ത് ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വീടുകൾ കിട്ടില്ല. അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.